റോഷൻ 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 എന്താ റോഷൻ, ഞാൻ മൂത്ത അമ്മാവനും അമ്മായിക്കും കൊടുക്കാൻ വെച്ചിരുന്ന മാലയും വളയും കാണാനില്ല. മാലയും വളയുമല്ലേ, അത് എവിടെ പോകാൻ, ഇവിടെ തന്നെ കാണും. വേദിക അമ്പലത്തിൽ പോകാനല്ലേ തയ്യാറായത്? അമ്പലത്തിൽ പോയി വരുമ്പോഴേക്കും മാലയും വളയും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. പക്ഷേ റോഷൻ, അത് ഞാനല്ലേ പറയുന്നത്. വേദി ധൈര്യമായിട്ട് അമ്പലത്തിൽ പോയി വരും. ബ്ലേഡേ അല്ല ശിവു, വേദിക അമ്പലത്തിൽ കൊണ്ടുപോകും. ശരി ഭായ്, വരൂ. ക്യാമറയൊക്കെ ആരോ മറച്ചു വെച്ചിരിക്കുന്നതായി. അവന്മാര് പഠിച്ച കള്ളന്മാരാണ്. ഇനി എനിക്കറിയാം എന്ത് ചെയ്യണോ. പോലീസ് പട്ടി വന്നിട്ടുണ്ടോ? വാ. ഇതൊക്കെ സൂക്ഷിക്കണ്ടേ? പിന്നെ എപ്പോഴും ഞാൻ ഉണ്ടായെന്ന് വരില്ല. നല്ല ഉക്കരം പീസ്. നിക്കവിടെ. അയ്യോ, എന്തിനാ കരയുന്നത്? ഞാൻ അതിനൊന്നും വന്നതല്ല. പണ്ട് ഇതേപോലെ ഒരു പെണ്ണ് കരഞ്ഞിട്ട് 6 മാസം തൊപ്പി തലേന്ന് പോയതാ. ചതിക്കല്ല പെങ്ങളെ. What a family. What a family. പിന്നെ എന്നെ ഇവിടെ കണ്ട കാര്യം ആരോടും പറയരുത്. എന്നെ ഇവിടെ കണ്ട കാര്യം ആരോടും പറയരുത്. ചേട്ടാ, എന്നെ ഇവിടെ കണ്ട കാര്യം ആരോടും പറയരുത്. എന്നെയും ഇവിടെ കണ്ട കാര്യം ആരോടും പറയരുത്. അതല്ല, നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ഇവിടെ കണ്ടിട്ടില്ല. ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ കണ്ടതോ? ഒന്നിങ്ങി വന്നേ. എങ്ങോട്ടാ? ഞാൻ ആരും കാണാതെ ഇവിടുന്ന് ചാടിപ്പോവാ. ഓഹോ, എന്നാലൊരു കാര്യം ചെയ്യും, ഇതുകൂടെ കയ്യിലിരിക്കട്ടെ. എന്താ ഇത്? ഇതൊന്നുമില്ല, എന്റെ വക ഒരു സമ്മാനം. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. ഇതാ മാല. ഈ കള്ളൻ വീടിന്റെ ഓട് പൊളിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്റെ ജിക്ക് മോളെടുത്താ കളി. അവള് വിടുവോ? ചാടി ഒരു പിടുത്തം. സർ, ഒരു കാരണവശാലും അത് ഇയാൾ ഒന്നും പറയണ്ട. ഇവനെ ഞാനൊന്ന് കൊണ്ടുപോകും. ഇവനെ അത് വേദിക മാല അമ്മാവന്റെ കയ്യിൽ നിന്ന് കിട്ടി. ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്തു. മൈ ഗോഡ്, എന്തായി അമ്മാവന്? ആ ബിസിനസ് തകർന്നതിന് ശേഷം അമ്മാവൻ ഇങ്ങനെയാ. പക്ഷെ റോഷൻ എങ്ങനെയെങ്കിലും അമ്മാവനെ തിരിച്ചു കൊണ്ടുവരണം. ഞാൻ ജാമ്യം നിൽക്കാം. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. സ്റ്റേഷനിൽ ചെറിയൊരു ഫോർമാലിറ്റി, അത്രേ ഉള്ളൂ. വേദിക വെയിറ്റ് ചെയ്യൂ, ഞാൻ അമ്മാവനെ കൂട്ടിക്കൊണ്ട് ദാ വരുന്നു. ഓക്കെ? കുട്ടി, കുടുംബത്തിൽ കള്ളന്മാരുള്ള വിവരം ഞങ്ങളോട് നേരത്തെ പറയാമായിരുന്നു. കുട്ടി, ഞങ്ങളുടെ കുടുംബത്തിലുള്ള സോഷ്യൽ സ്റ്റാറ്റസ്, പൊളിറ്റിക്കൽ സറ്റയർ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ഇതെന്തുകൊണ്ട് കുട്ടി ശ്രദ്ധിച്ചില്ല? അതെ അതെ, കറക്റ്റ്.
ഇവിടെ ആരും ഇല്ലേ? നമസ്കാരം. ഞങ്ങള് കുറച്ചകലേന്ന് വരിക. ഈ പത്രപരസ്യം കണ്ടു വന്നതാ. എൻ്റെ മകനെ 3 വയസ്സിൽ കാണാതെ പോയതാ. അവനാണോ ഇതെന്ന്? ഒരു സംശയം തീർക്കാൻ വന്നതാ. പക്ഷെ ഇവിടെ വന്ന് ബന്ധുക്കളെ എല്ലാം കണ്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഞങ്ങൾ ഉദ്ദേശിച്ച ആളല്ലാന്ന് മനസ്സിലായി. ക്ഷമിക്കണം. വിഷമിക്കാതെ. നമ്മുടെ മകൻ ഇതുപോലെ മിടുക്കനായി എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും. അങ്ങനെ സമാധാനിക്കാം. വേദിക, ഞാൻ വേദി ചിലപ്പോ ഞങ്ങളുടെ മകനെ എന്തെങ്കിലും കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും ഇവളും ഇത്രയും കാലം ജീവിച്ചത്. പക്ഷേ അതിങ്ങനെയല്ല. വാടകയ്ക്കൊരു കുടുംബം ഉണ്ടാക്കുക, അത് സ്വന്തം കുടുംബമാണെന്ന് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക, ഇതെല്ലാം അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇനി ഞങ്ങൾ വന്നാലും ആ നാടകത്തിലെ 2 കഥാപാത്രങ്ങളാവുക, അത്രയല്ലേ ഉള്ളൂ. സത്യമല്ലാത്തതൊന്നും നിലനിൽക്കില്ല. എന്തായാലും നുണയ്ക്ക് ഒരു കുമിളിയുടെ ആയുസേ ഉള്ളൂ കുഞ്ഞേ. അപ്പോളോ ഗോൾഡ്. വേദിക, ഞാൻ I'm really sorry. എന്റെ വിശ്വാസം, സ്നേഹം എല്ലാം ഈ നിമിഷം നഷ്ടപ്പെട്ടു. വേദി, ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഇനി ആ പേര് പോലും നിങ്ങളുടെ നാവ് കൊണ്ട് ഉച്ചരിക്കരുത്. അത്രയ്ക്ക് നീചനാണ് നിങ്ങൾ, ക്രൂരനാണ് നിങ്ങൾ. അയ്യോ, ഒരിക്കലുമില്ല. വേദികയെ ചതിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. വേദികയുടെ അച്ഛനെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് വേറെ ഒരു മാർഗവും ഇല്ലായിരുന്നു. എന്റെ യോഗം അനാഥ കുട്ടിയായി പോയില്ലേ? അല്ല, എനിക്കാണ് ആരുമില്ലാത്തത്. ഞാനൊരു അനാഥനാണെന്ന് സത്യം പറയാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അല്ലാതെ വേറെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരുത്തനെ ഇത്രയും നാളും മനസ്സിലിട്ടുണ്ട് നടന്ന എന്നോട് തന്നെ എനിക്ക് വെറുപ്പാ. വേദിക, ഈ TV എന്താ ചോദിക്കാൻ? എന്തോ ചോദിക്കണം വെച്ചു, മറന്നു. ഞാനും എന്തോ ചോദിക്കണം വെച്ചു. വേണ്ട, വരട്ടെ.
കേട്ടിരുന്നില്ലേ എന്നെ കൂടെ ആരുമില്ലെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞതല്ലേ? ബാല്യക്കാരിയായിട്ടെങ്കിലും നിൽക്കായിരുന്നല്ലോ. അല്ലെങ്കിലും എന്നെ എന്തിനാ വിളിക്കുന്നേ? ഞാനാരും മണ്ടി മരമണ്ടി. എല്ലാം എന്റെ കുഴപ്പം തന്നെയാ. വെറുതെ ഓരോന്ന് മോഹിക്കാം. എനിക്ക് വേണ്ടി ഇത്രയും വലിയ നാടകം കളിക്കുന്നതിനേക്കാൾ എളുപ്പമായിരുന്നില്ലേ റോഷൻ എന്നോട് സത്യം തുറന്നു പറയുന്നത്? ഞാൻ റോഷന്റെ കുടുംബത്തെയോ ഈ വീടിനെയോ അല്ല സ്നേഹിച്ചത്, റോഷനെയാണ്. അത് റോഷൻ ഇനി മനസ്സിലായിട്ടില്ലേ? പോരുന്ന എന്റെ കൂടെ. ആരാ? എന്താ? നമ്മളാരാ? അഡ്വക്കേറ്റ്. ആ വക്കീൽ സുകുമാരനെ വിളിക്ക്. സുകുമാരൻ? ആ പേരിൽ ഇവിടെ ആരും ഇല്ലല്ലോ. ആ കാണൂല്ല കാണൂല്ല, കള്ളപ്പേരിലായിരിക്കും ഇവിടെ താമസം. കിട്ടാ നിങ്ങൾ സുകുമാരനെ വിളിക്ക്. ഇതിലാരാ സുകുമാരൻ? ഞാനാ. പുറത്ത് രണ്ടുപേരും ഒന്ന് അന്വേഷിക്കുന്നു. ചെല്ലേ. ജോണി. ആ സുകുമാരോ, വരണടേ വരണടേ. ആ ഇന്നലെ ഞാൻ കണ്ട തമിഴ് പടത്തിലെ ഒരു പുതിയ നമ്പരാ, തൊട്ടിത്തരത്തിന്റെ കീഴറ്റം. എന്നെ പറട്ടെ, ഇങ്ങോട്ട് വാടാ വാടാ ഇങ്ങോട്ട്. ആഹാ എടാ, 5 അവധിയും തെറ്റിച്ച് പലിശയും തരാതെ കള്ളപ്പേരിൽ ഇവിടെ താമസിച്ചാലേ ഞാൻ കണ്ടുപിടിക്കുന്നു വിചാരിച്ചോടാ. ജോണി അത് ഞാൻ പിന്നെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോ പറഞ്ഞു ഈ ആഴ്ച വരാൻ, ഈ ആഴ്ച വന്നപ്പോ പറഞ്ഞു അടുത്ത ആഴ്ച വരാൻ. എപ്പോഴാണ് മുതലും പലിശയും കൂടെ തരുന്നത്? അയാളെ വിടോ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? നക്കണക്ക എന്ത് തരുമോ? എന്നാലേ എനിക്കൊരു മുത്തുകോ മുത്തുകോ തരുമോ? നീ ഇവിടെ വന്ന് എഴുതി കൊടുത്തിട്ടല്ലേടി ഞാൻ അയക്കാ കാശ് കൊടുത്തത്? അവളുടെ ഒരു കുഞ്ഞാരം പറിച്ചിട്ട് ചവിട്ടി ഇവിടെ പറയടാ. എടാ സുഖു, ഞാൻ 48 മണിക്കൂർ കൂടെ നോക്കും. അതിനകം മുതലും പലിശയെ എത്തിച്ചില്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കയറി നിരങ്ങിയേ ചങ്ങ് പോകും. ഐ ആം സോറി കേട്ടോ. എടീ, നിന്നെ പോലെ ചൊവ്വും നിരപ്പുള്ള പെമ്പിള്ളേര് ഈ കുടുംബത്തിലുള്ളതുകൊണ്ടാണ് എന്നെ പോലുള്ളവർക്ക് പലിശ കറക്റ്റ് ആയിട്ട് കിട്ടണേ. എടാ സുമാരോ, ഇപ്പൊ തീരണല്ല കേട്ടോ. 48 മണിക്കൂർ 48 hours. ഓക്കേ. ഹലോ വരട്ടെ. വടാ. ബോയ്സ്, സാധാരണ ഇതുപോലെയുള്ള സിറ്റുവേഷൻസിൽ ഞാനൊരു നെടുനീളൻ ഡയലോഗ് പറയാറാണ് പതിവ്. പക്ഷേ ഇപ്പൊ എനിക്ക് ടൈമില്ല. തന്റെ മുഖം കണ്ടാൽ അറിയാം അടി കൊള്ളാൻ വേണ്ടി ജനിച്ചു വീണതാണെന്ന്. കൊറേ
കാലമായി അടികൊള്ളാനായി മസിലും പിരിപ്പിച്ച് നടക്കുക. ഇനിയെങ്കിലും നിർത്തിക്കൂടെ? അയ്യോ അതൊക്കെ നിർത്തി. ഇപ്പൊ ഫുൾ കോമഡി ഇല്ല അല്ലേ? ഇനി ചിരിപ്പിച്ച് കൊല്ലും. അതാ തനിക്ക് നാട്ടുകാർക്ക് നല്ലത്. ഇതാ ഇയാള് തനിക്ക് തരാനുള്ള മുതലും പലിശയും. മറ്റുള്ളവരുടെ വീട്ടിൽ കയറി അഭ്യാസം കാണിക്കുമ്പോ ആലോചിക്കണം. ഇതുപോലെ തൊലിവെളുപ്പുള്ള ഒരെണ്ണം ഇവിടെ ഉണ്ടെന്ന്. പോട്ടെ പെങ്ങളെ, പറ.